കാറ്റത്തി കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഭാഷ് ആണെങ്കിൽ നിധിയോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, അവളെ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, അവളുടെ നല്ല ജീവിതത്തിന് ഞാൻ മാറിക്കൊടുത്തത് തന്നെയാണ് എന്ന് നിധിയുടെ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ വരികയാണ്. സുധീഷും നികേഷും കൂടെ വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എന്നും അടുക്കളയിലല്ലേ ചേട്ടൻ ജോലി ചെയ്യുന്നത്, ഇന്നൊരു ദിവസത്തേക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാം. ഇന്ന് ഫ്രൈഡ് റൈസൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് കൈ കഴുകാനൊക്കെ നിധി പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. അപ്പം നികേഷ് പറയുന്നുണ്ട്, എന്തായാലും വൃത്തിയായിട്ട് നടക്കടോ, അതുകൊണ്ടല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്ത് പോയി എല്ലാവരും വന്നപ്പോഴത്തേക്കും അവർ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ മൂഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ വരുന്നുണ്ട് സൈക്കിളിൽ. ഭാസ്കരനാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇന്ന് വിശേഷിച്ച്, ഇന്ന് വല്ലാത്ത ഭക്ഷണ രീതിയാണല്ലോ ഇന്നിവിടെ. അതോ കല്യാണത്തിൻ്റെ റിസപ്ഷൻ പോലെ ഇവിടെയും ഞങ്ങളൊരു ചെറുതായിട്ടൊരു പാർട്ടി നടത്തിയതാണ്, അതിൻ്റെ ഒരു രീതിയാണ്, അച്ഛനും കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി ഇറങ്ങി താഴെ വരികയാണ്. വന്നിട്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത്, നമുക്കൊരു കാര്യം ചെയ്യാം, കുറേവർക്ക് എല്ലാവർക്കും കൂടി നമുക്ക് ഡാൻസ് കളിച്ചാലോ, എന്തിന്, നമുക്കൊരു സന്തോഷം, അവിടെ കല്യാണം കഴിഞ്ഞതിൻ്റെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷാണെങ്കിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്തായാലും സന്തോഷിക്കുക ചേട്ടാ, നല്ലൊരു കാര്യമല്ലേ, അവൾക്കൊരു നല്ലൊരു ജീവിതമല്ലേ കിട്ടിയത് എന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ആരെയും എല്ലാം പിടിപ്പിച്ച് കൊണ്ടുപോയി ഡാൻസ് കളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കളിക്കുകയാണെങ്കിൽ കളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനകത്ത് വിഷമിച്ചിരിക്കുകയാണ് ഭാസ്കരന് ഭയങ്കര സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മോനൊരു കല്യാണം നടക്കണമെന്ന് ആഗ്രഹത്തോടെ ആ വീട്ടിലെല്ലാവരും, അതുപോലെ തന്നെ 2-3 പേര് നോക്കിയിട്ട് പോലും അത് ശരിയായില്ല. ഓരോ കാരണങ്ങൾ കൊണ്ട് കല്യാണം പലതും മുടങ്ങിപ്പോയി. അതുകൊണ്ട് ഇനി നമുക്കിനി അടുത്തൊരു കല്യാണം നടത്തണം എന്നൊക്കെ ഭാസ്കരൻ നിധിയോട് പറയുന്നുണ്ട്. അങ്ങനെ നിധിയും ഭാസ്കരനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അവിടെ വന്നിരുന്നപ്പോഴത്തേക്കും അവിടെ ഫോൺ വരികയാണ്. വിളിക്കുന്നത് സുഭാഷിനെയാണ് വിളിക്കുന്നത്. സുഭാഷ് പറയുക, ആരാന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്താ ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ, ഞാൻ സുനിതയാ, എന്താ ഈ നേരത്തെ വിളിക്കുന്നേ, ഇല്ല എനിക്ക് വിളിക്കാൻ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്നെ വിളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനത്തിന് നടക്കുകയാണ് നിധിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവുകയും, ജോലിക്ക് ഇൻ്റർവ്യൂവിന് സുധീഷ് കൊണ്ടുപോവുകയാണ്. സുധീഷ് കൊണ്ടുപോയിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേക്കും പറയുകയാണ്, എന്താ ജോലി കിട്ടിയോ, എന്തായാലും ഭാഗ്യം കൊണ്ട് കിട്ടി, ഞാൻ വിചാരിച്ചു ഒരു ചെറിയ കോളേജിൽ പഠിച്ചതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ജോലി കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ജോലിയൊക്കെ കിട്ടി, നല്ല എനിക്ക് ഒരു യോഗം പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും അവർ തമ്മിൽ സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കട്ടെ എന്നും പറയുന്നുണ്ട്. അത് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി രണ്ടുപേരും പിരിഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാണ് സന്തോഷം വരിക എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് വേറെ അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്കിനി ജോലിയുടെ കാര്യം നോക്കാം. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി നിധി ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് കൈ കൊണ്ടിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിധി പറഞ്ഞ്, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതോ ഞാൻ ഒരു ഫ്രണ്ട് എന്ന നിലയിലും ഒക്കെ എനിക്ക് സ്നേഹം പ്രകടിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, ശരി എന്നാലും നിധി പറയുന്നുണ്ട്. അങ്ങനെ നിധിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വളരെ വലിയ ഒരു സന്തോഷമായിട്ട് സുധീഷിന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്, അതൊന്നും അറിയില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നുണ്ട് നിധി. എന്നാൽ നിധിക്കാണെങ്കിൽ ജോലി കിട്ടിയതിൻ്റെ വളരെ വലിയ സന്തോഷമുണ്ട്. ഇനി എങ്ങനെയെങ്കിലും അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്.
അങ്ങനെ സുഭാഷാണെങ്കിൽ വീട്ടിലാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് പറയുന്നുണ്ട്, ഒരു കാര്യമുണ്ട്, നമുക്ക് നിധിക്ക് ജോലിയൊക്കെ ശരിയായിട്ടുണ്ട്. എന്താ ജോലി ശരിയായോ, എവിടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്.